അളിയാ അളിയൻ്റെ റൂമാണത്. ആ ശരി. ആ ടി വി ഒക്കെ വലിയ ടി വി തന്നെയാ അല്ലേ? അടിപൊളി. ആ ഓഫീസാണത്. കരകര കണ്ടില്ലേ? ഒരു ആയി വേണടാ. അളിയനാ നമസ്കാരം. അക്ബറേ, സൗദി അറേബ്യയിൽ പണിയുന്ന. സൗദി അറേബ്യയിൽ ഇപ്പൊ നമ്മൾ നേരിട്ട് കാണാം. എന്ത് ക്ലാരിറ്റി അല്ലടാ. അടയ്ക്കേ. ഒറ്റ മിനിറ്റ്, വേറെ എന്തുകൊണ്ട് അളിയെ വിളിക്കാട്ടോ. നോക്കളിയാ മാറ്റിപ്പിടി. എന്താ മാറ്റിപ്പിടി? എന്താ നിനക്ക് അവനെ കാണാൻ പാടില്ലേ? എനിക്ക് കാണാൻ പറ്റാഞ്ഞിട്ടല്ല, ഇത് പ്രശ്നമാടാ. എന്ത് പ്രശ്നം? പുതിയ ന്യൂസ് വന്ന കണ്ടില്ലേ നീ? പിന്നെ എന്റെ അളിയനെ വിളിക്കണല്ല ന്യൂസ് വരുന്നത്. നിന്റെ അളിയനെ നീ വീട്ടിൽ പോകുമ്പോൾ വിളിച്ചോ? ഈ ജോലി സമയത്തല്ല ഫോൺ ചോദിച്ചു കളിക്കേണ്ടത്. ഈ ജോലി സമയത്ത് ഫോൺ വെച്ചിട്ട് മെസ്സേജ് അയക്കുകയും ഓരോ സംഭവങ്ങൾ നമ്മൾ ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കുറ്റകരമാണ്. എടാ ഇതിപ്പോ നീയും ഞാനും അല്ലാണ്ട് വേറെ ആരെയും അറിയോ? എടാ ആർക്കെങ്കിലും നിന്നോട് ദേഷ്യമുള്ള എന്ത് ചെയ്യുന്നറിയാമോ? ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് സമയം നോക്കും. അപ്പൊ നമ്മുടെ വർക്കിംഗ് ടൈമാണിത്. ഈ സമയത്ത് നീ ഇതൊക്കെയാണ് നിന്റെ പരിപാടി എന്ന് മനസ്സിലാവണ്ടോ? നിനക്കേറെ നടപടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇനി മുതൽ ഓഫീസ് ടൈമിൽ ഇത്തരം പരിപാടി ഒപ്പിക്കരുത്. അല്ല ബ്രേക്ക് ടൈമിലല്ലോ ചെയ്തോ. പക്ഷേ അളിയനെ ആരോടെ കണ്ടോ നീ? എന്താ അറിയോ, എന്റെ അളിയൻ ആള് ഭയങ്കര സ്നേഹമുള്ള. അതൊക്കെ സംഭവം എന്റെ അളിയനെ പോലെ ഉടായിപ്പല്ല. എന്ത് കുഴപ്പം? എടാ അവന്റെ കാര്യം പറഞ്ഞപ്പോഴേ അവൻ ഈ ഉടായ്പ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലേ. അവ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഒരു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടും ചില കള്ള രാഷ്ട്രീയങ്ങൾ, ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. അത് പക്ഷെ നമുക്ക് വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല. അല്ല കേട്ടോ, ഈ ഉടായ്പ പറഞ്ഞ എല്ലാ കാര്യത്തിലും എൻ്റെ കയ്യിലുണ്ടത്. ഈ പെണ്ണ് വിഷയത്തിൽ എടാ ഇപ്പൊ ഞാൻ എന്നോട് വെറുതെ കാര്യം പറയും. ഞാൻ ഇന്ന് 2 ദിവസമായിട്ട് കാണുന്നുണ്ട് അവനെ. അത് മെനഞ്ഞാന്ന് അവനൊരു പറതിയിട്ടൊരു പെണ്ണിൻ്റെ കൂടെ കൂൾ ബാറിൽ ഇരിക്കണുണ്ട്. അപ്പൊ ഞാൻ കരുതി ഏതോ ഒരു അയൽവാസി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഓർത്ത് ഞാൻ എന്തിട്ട് നോക്കുമ്പോൾ എൻ്റെ വീടിനടുത്തോടെ അങ്ങനെ ഒരു ആളെ കണ്ടില്ല. അത് പോട്ടെ, ഇന്നലെ നിന്നെ ഇറക്കി തന്നില്ല വീട്ടിൽ ഇറക്കി തന്ന് ഞാൻ അങ്ങോട്ട് പോകണ വഴിക്ക് ടൗണിൽ നിന്ന് ഇവർ 2 പേരും കൂടി ഓട്ടോറിക്ഷയിൽ പോകും. അപ്പം ഞാൻ ശ്രദ്ധിക്കണ്ടേ? എന്തെങ്കിലും കേസിന്റെ കാര്യങ്ങളൊക്കെ അവൻ ഈ പറഞ്ഞ റെക്കമെൻഡേഷനൊക്കെ ആളാണ്. ഉള്ള പൈസ മേടിച്ചിട്ട് ആളുകളൊക്കെ ചില ഉടായ്പ നമ്പറിലൂടെ പറഞ്ഞു വിടും. അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ല എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോ. അതൊന്നല്ല അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. തങ്കം വെച്ചാൽ അവന് മരിക്കുമോ? അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെയുള്ള തെണ്ടിത്തരൊന്നും കാണിക്കില്ല. ചുമ്മാ മനുഷ്യനെ അങ്ങനെയാണ് എന്റെ വിശ്വാസം. അങ്ങനെയൊന്നും വരില്ലടാ. അങ്ങനെയുള്ള നെറുകടക്കം കാണിക്കുമോ? നീ വേറെ എല്ലാം പറ. ആവശ്യമില്ല. നീ വെറുതെ ഇരിക്കണ ഒരു കാര്യം വേണ്ട. വെള്ളെടുക്കാനല്ലേ നിനക്ക് അങ്ങോട്ട് ഏന്തിക്കൂടാ. ഞാൻ എല്ലാം അങ്ങനെയാണ്. അതാണ്, ഏണി പിടിക്കാൻ ഞാൻ വേണം, വെള്ളം എടുക്കാൻ ഞാൻ വേണം. നിന്റെ അളിയൻ പറഞ്ഞാലും ഞാൻ നിന്റെ കൂലിക്കാരനെന്നുള്ള ധാരണ നിനക്കണ്ട. Alien versus Alien.